ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂസേജ് ഓഫ് ഷുഡ്, വുഡ്, കുഡ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോൾ യൂസ് ചെയ്യുമ്പോഴായാലും ഷുഡും വുഡും കുഡും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്, ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും നമുക്ക് മലയാളീസിന് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനും എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഷുഡ്, വുഡ്, കുഡിൻ്റെ യൂസേജസ്. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. ഷുഡ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗിവിങ് അഡ്വൈസ് ഓർ സജഷൻസ്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. നീ കുറച്ചും കൂടി നല്ലോണം വെള്ളം കുടിക്കണം. ഷീ ഷുഡ് സ്റ്റഡി ബിഫോർ ദ എക്സാമിനേഷൻ. അവൾ എന്ത് ചെയ്യണം, എക്സാമിന് മുന്നേ നന്നായിട്ട് പഠിക്കണം. അതൊരു അഡ്വൈസ് ആവാം, അല്ലെങ്കിൽ സജഷൻ ആവാം. അപ്പം നമുക്ക് ഷുഡിൻ്റെ അടുത്ത ഒരു യൂസേജ് എന്താണെന്ന് നോക്കാം. എക്സ്പ്രസിങ് ഒബ്ലിഗേഷൻ, യൂസ്ഡ് വെൻ സംതിങ് ഈസ് എക്സ്പെക്റ്റഡ് ഓർ റെക്കമെൻഡഡ്, നോട്ട് ഫോഴ്സ്ഡ്. അതായത് ആരെങ്കിലും നിന്നെങ്കിലും അവർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, പക്ഷേ അതൊരു ഫോഴ്സിലൂടെ നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ നമുക്ക് അവർ ചെയ്തു തരണം എന്ന ആഗ്രഹമുണ്ട്. എംപ്ലോയീസ് ഷുഡ് അറൈവ് ഓൺ ടൈം. അതായത് തൊഴിലാളികൾ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ എത്തണം. യു ഷുഡ് അപ്പോളജൈസ്. നീ മാപ്പ് പറയണം. അതൊരിക്കലും ഒരു ഫോഴ്സ് ചെയ്ത് പറയുന്നതല്ല, നമ്മളൊരു റെക്കമെൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് വൺ, ടോക്കിംഗ് അബൌട്ട് എക്സ്പെക്റ്റേഷൻ ഓർ പ്രോബബിലിറ്റി. അതായത് സാധ്യതകൾ അല്ലെങ്കിൽ പ്രതീക്ഷകളെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. വെൻ യു തിങ്ക് സംതിങ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ. നമുക്ക് സംഭവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഷുഡ് ഉപയോഗിച്ചിട്ട് പറയും. ദ ട്രെയിൻ ഷുഡ് അറൈവ് ബൈ 6 PM. അതായത് ഒരു 6 മണിയാകുമ്പോഴത്തേനും ആ ട്രെയിൻ വരണം എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധ്യതയെ പറ്റി നമ്മൾ പറയുന്നതും ആവാം. ദിസ് ബുക്ക് ഷുഡ് ബി ഹെൽപ്ഫുൾ. ഈ ബുക്ക് എന്തായിരിക്കണം, ഹെൽപ്ഫുള്ളായിരിക്കും. ദ നെക്സ്റ്റ് വൺ, ടോക്കിംഗ് അബൌട്ട് ദ റൈറ്റ് ഓർ കറക്റ്റ് തിങ്. അതായത് കറക്റ്റായ കാര്യങ്ങളെ പറ്റി പറയാനും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഷുഡ് ഉപയോഗിക്കാറുണ്ട്. ഓഫൻ യൂസ്ഡ് വിത്ത് ഒപ്പീനിയൻസ് ഓർ മോഡൽ ഐഡിയാസ്. എക്സാമ്പിൾ, പീപ്പിൾ ഷുഡ് ബി ഓണസ്റ്റ്. അതായത് ആളുകൾ എന്തായിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. അവരുടെ പ്രവൃത്തികളിൽ ആളുകൾ ഓണസ്റ്റ് ആയിരിക്കണം. ചിൽഡ്രൻ ഷുഡ് റെസ്പെക്റ്റ് ദെയർ പാരൻസ്. ചിൽഡ്രൻസ് എപ്പോഴും അവരുടെ പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, ടോക്കിംഗ് അബൌട്ട് ദ പാസ്റ്റ്. പാസ്റ്റിനെ പറ്റി പറയുമ്പോൾ അതിന് ഫോർമാറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതാണ്. യൂസ്ഡ് ഫോർ റിഗ്രറ്റ്, ക്രിറ്റിസിസം ഓർ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഉള്ള ഒരു റിഗ്രറ്റിനെയോ അല്ലെങ്കിൽ അതിന് ക്രിറ്റിസിസം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും അവസരങ്ങളെ പറ്റി പറയാനോ ഒക്കെ നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾസ് നോക്കാം. ഐ ഷുഡ് ഹാവ് കോൾഡ് യു. ഞാൻ നിന്നെ വിളിക്കണമായിരുന്നു. ഷീ ഷുഡിൻറ്റ് ഹാവ് സെഡ് ദാറ്റ്. അവൾ ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. ദേ ഷുഡ് ഹാവ് ഫിനിഷ് ദ വർക്ക് ബൈ നൗ. അവർ ഇപ്പോഴത്തേക്ക് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ റിഗ്രറ്റ് അല്ലെങ്കിൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇതിനെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഷുഡ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വുഡിൻ്റെ യൂസേജ് ആണ്. യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ നോക്കാം. പൊളൈറ്റ് റിക്വസ്റ്റ് ആൻഡ് ഓഫേഴ്സ്. സോഫ്റ്റർ ആൻഡ് മോർ റെസ്പെക്റ്റബിൾ ദാൻ വില്ലിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ വുഡ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, വുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? വുഡ് യു ലൈക്ക് സം കോഫി. താങ്കൾക്ക് കുറച്ച് കോഫി തരട്ടെ. അത് കുറച്ചും കൂടി പൊളൈറ്റായ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിനെ കഴിഞ്ഞ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുക വുഡാണ്. The next one, talking about past habits, things that happened regularly in the past. പഴയ കാലത്ത് റെഗുലറായിട്ട് നമ്മൾക്ക് നടന്നുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്, പാസ്റ്റ് ഹാബിറ്റ്സിനെ പറ്റി. നമ്മൾ നിരന്തരമായി പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടും നമുക്ക് വുഡ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, വെൻ വി വർ കിഡ്സ് വി വുഡ് പ്ലേ ഔട്ട്സൈഡ് ഓൾ ഡേ. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളെപ്പോഴും പുറത്തു പോയി കളിക്കുമായിരുന്നു. എവറി സമ്മർ ഷീ വുഡ് വിസിറ്റ് ഹർ ഗ്രാൻഡ് പാരൻസ്. എല്ലാ സമ്മറിലും അവളുടെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യുമായിരുന്നു.
പാസ്റ്റ് ഹാബിറ്റ്സിനെ പറ്റി സൂചിപ്പിക്കാനും നമുക്ക് വുഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് യൂസേജ് എക്സ്പ്രസിങ് വില്ലിങ്നെസ് ഓർ റിഫ്യൂസൽ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വില്ലിങ്നെസ് ആണ്, നമുക്ക് ചെയ്യാൻ കഴിയും. അത് പാസ്റ്റിലുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അല്ലെങ്കിൽ നമുക്കതിൽ താല്പര്യമില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വുഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമ്പിൾ, ഷീ വുഡ് നോട്ട് ലിസൺ ടു എനി വൺ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷീ സെഡ് ഷീ വുഡ് കോൾ മീ. ദെൻ ഫോർത്ത് വൺ, എക്സ്പ്രസിങ് പ്രിഫറൻസ് ഓഫൺ വിത്ത് റാദർ. അതായത് റാദറിൻ്റെ കൂടെ വുഡ് ഉപയോഗിക്കുമ്പോൾ പ്രിഫറൻസ്, നമ്മൾ ഏതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്, ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടം അതാണ് എന്ന് നമ്മൾ പറയില്ലേ. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് റാദർ സ്റ്റേ ഹോം. എനിക്ക് വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. ഷീ വുഡ് റാദർ വോക്ക് ദാൻ ഡ്രൈവ്. എനിക്ക് ഷീ വുഡ് റാദർ വോക്ക് ദാൻ ഡ്രൈവ് ചെയ്യുന്നതിനെ കഴിഞ്ഞും നടക്കുന്നതാണ് താല്പര്യം. അതുപോലെ അങ്ങനെ നമ്മുടെ പ്രിഫറൻസിനെ സൂചിപ്പിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വുഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുഡിൻ്റെ യൂസേജാണ്. പാസ്റ്റ് എബിലിറ്റി, അതായത് നമുക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന എബിലിറ്റീനെ പറ്റി സൂചിപ്പിക്കാനും നമുക്ക് കുഡ് യൂസ് ചെയ്യാം. എബിലിറ്റി someone had in the past. എക്സാമ്പിൾ, ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5. എനിക്ക് 5 വയസ്സായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. ദെൻ ഷീ കുഡ് റീഡ് ബിഫോർ സ്കൂൾ. സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു, വായിക്കാൻ കഴിയുമായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ, പൊളൈറ്റ് റിക്വസ്റ്റ്. മോർ പൊളൈറ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ദാൻ ക്യാൻ. ക്യാനെ കഴിഞ്ഞും കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കുഡ് എന്നുള്ളത്. എക്സാമ്പിൾ, കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. നിനക്ക് ആ വിൻഡോ ഓപ്പൺ ചെയ്യുവാൻ കഴിയുമോ. കുഡ് ഐ ബോറോ യുവർ പെൻ. ഞാൻ നിൻ്റെ പേനൊന്ന് കടം വാങ്ങിക്കോട്ടെ. നെക്സ്റ്റ് വൺ, ആസ്കിങ് ഫോർ പെർമിഷൻ. വെരി കോമൺ ഇൻ ഫോർമൽ ഓർ പൊളൈറ്റ് സിറ്റുവേഷൻ. എക്സാമ്പിൾ, കുഡ് ഐ ലീവ് ഏർലി ടുഡേ. കുഡ് വി യൂസ് യുവർ ഫോൺ. അതായത് വളരെ ഫോർമലായിട്ട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കുഡ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ് വൺ, പോസിബിലിറ്റി ആണ്, നോട്ട് സെർട്ടൈൻ. ഷോ സംതിങ് ഈസ് പോസിബിൾ ബട്ട് നോട്ട് ഷുവർ. എന്തോ ഒരു കാര്യം നടക്കും എന്നാണ്, പക്ഷെ ഉറപ്പില്ല. എക്സാമ്പിൾ, ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ. കുറച്ച് കഴിയുമ്പോഴത്തേനും മഴ പെയ്യുമായിരിക്കും. ദിസ് കുഡ് ബി ദ ആൻസർ. ഇത് ആൻസർ ആയിരിക്കും. അവിടെ ഉറപ്പില്ല, പക്ഷെ ആവാനുള്ള സാധ്യത, പോസിബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, സജഷൻസ് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഡ് യൂസ് ചെയ്യാൻ പറ്റും. എ ജെൻറ്റിൽ വേ ടു ഗീവ് അഡ്വൈസ്. ദെൻ എക്സാമ്പിൾ, യു കുഡ് ട്രൈ അഗെയിൻ. വി കുഡ് മീറ്റ് ടുമാറോ. നീ ഒന്നും കൂടി ശ്രമിക്കണം, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം എന്നൊക്കെ പറയുന്ന സജഷൻസിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പാസ്റ്റ് പോസിബിലിറ്റി ഓർ ക്രിറ്റിസിസം. കുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ, ഐ കുഡ് ഹാവ് വോൺ ദ റേസ്. എനിക്ക് ആ റേസ് വിൻ ചെയ്യാൻ കഴിയുമായിരുന്നു. യു കുഡ് ഹാവ് ടോൾ മീ ഏർലിയർ. നിനക്കിത് എന്നോട് നേരത്തെ പറയാൻ കഴിയുമായിരുന്നു, എന്നിട്ട് നീ പറഞ്ഞില്ല. പാസ്റ്റ് പോസിബിലിറ്റീനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും കുഡ് യൂസ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.